ചേമ്പിൻ തണ്ട് കൊണ്ട് 2 തരം കറികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തോരൻ ഉണ്ടാക്കാൻ ചേമ്പിൻ തണ്ട് പീൽ ചെയ്ത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. വേവിച്ച പരിപ്പ് 1 കപ്പ്, സവാള അരിഞ്ഞത് 1, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, ഉണക്കമുളക് 2 എണ്ണം, ചിരകിയ തേങ്ങ 1 കപ്പ്. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിടണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ മുളക് ചേർത്ത് ഇളക്കി സവാള അരിഞ്ഞത് ചേർക്കണം. ഇത് വഴറ്റി പച്ചമുളകും വേപ്പിലയും ചേർത്ത് ഇളക്കണം. നന്നായി വഴന്നതിന് ശേഷം അരിഞ്ഞു വെച്ച ചേമ്പിൻ തണ്ട് ചേർക്കണം. ഇത് മിക്സ് ചെയ്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. ഇതിലേക്ക് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യണം. ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് 1-2 മിനിറ്റ് ഇളക്കി ഓഫ് ചെയ്യണം. ചേമ്പിൻ തണ്ട് കൊണ്ട് ഒഴിച്ചുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1/2 മുറി തേങ്ങ ചിരകിയെടുക്കണം. ഒരു മിക്സി ജാറിലേക്ക് ചിരകിയ തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കണം. 1/2 കപ്പ് പരിപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കണം. ചേമ്പിൻ തണ്ട് പീൽ ചെയ്ത് അരിഞ്ഞു വയ്ക്കണം.
ഒരു തക്കാളിയും അരിഞ്ഞെടുക്കണം. പരിപ്പ് കഴുകി ഒരു ചട്ടിയിലിട്ട് ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിക്കാൻ വെക്കണം. തിളച്ചു കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് അടച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ചേമ്പിൻ തണ്ട് അരിഞ്ഞതും തക്കാളിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർത്ത് തിളപ്പിക്കണം. ഒരു പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, മുളക്, കറിവേപ്പില ഇവ ചേർത്ത് വറുത്തിടണം.